ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ ഒന്നുകിൽ അതിന് നല്ല തണലും വേണം, അല്ലെങ്കിൽ അവിടെ നല്ല പഴം കിട്ടണം, അല്ലെങ്കിൽ നല്ല പൂക്കൾ കിട്ടണം, അല്ലേ? ഒന്നുകിൽ നല്ല സൗരഭ്യം വേണം, അല്ലെങ്കിൽ മാധുര്യം വേണം, അല്ലെങ്കിൽ കുളിർമ വേണം. ഇതൊന്നുമില്ലാതെ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ പോകില്ല. ഒരു വിശ്വാസിയെയും ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ആ വിശ്വാസി എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ, അവൻ ആളുകൾക്ക് ഷജറത്തുൻ ത്വയ്യിബ അസ്ലുഹ സ്വാബിത്തും ഫറുഹ ഫിസ്സമാ, അഗാധതയിലേക്ക് വേരുകൾ ആണ്ടുപോയ ഒരു മനോഹരമായ വൃക്ഷം പോലെയാണ് മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യൻ്റെ സ്വഭാവവും അവൻ്റെ തണുപ്പും അവൻ്റെ മധുരവും അവൻ്റെ കാരുണ്യവും എല്ലാം ആളുകൾക്കെല്ലാം ലഭിക്കണം. ഈ ലഭിക്കുന്നത് ഏതിലൂടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിസ്കാരത്തിലൂടെയും നോമ്പിലൂടെയല്ല, നമ്മുടെ അമലുകളിലൂടെ ഇബാദത്തിലൂടെയല്ല, മറിച്ച് അത് ഏതിലൂടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പെരുമാറ്റത്തിലൂടെ, സ്വഭാവത്തിലൂടെ, ആളുകളോട് ഉള്ള ഇടപഴകലുകളിലൂടെ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവവുമായി ബന്ധപ്പെട്ട്, നമ്മളെ ആളുകളുമായി ബന്ധപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം പറഞ്ഞു തന്ന കാര്യങ്ങളിലൊന്ന്, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പുഞ്ചിരി, തബസ്സുക വജ്ഹി അഖീക സ്വദഖ, നിൻ്റെ സഹോദരനെ മുഖത്തു നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും എന്താണ്? ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു സ്വദഖയാണ്. ആ പുഞ്ചിരിക്കുന്നത് പോലും ധർമ്മമാണ്. പിന്നെ അവരെ കാണുമ്പോൾ സലാം പറയുക, കൈ കൊടുക്കുക. ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ ഊഷ്മളാക്കമാക്കാനുള്ള ചേരുവകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സ്വഭാവത്തിൻ്റെ ഘടനയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.